നമസ്കാരം. പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തതിന് ശേഷം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വലിയൊരു ചോദ്യചിഹ്നം ഇപ്പോഴും പൊതുധാരയിൽ നിൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള രണ്ട് നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യക്ക് പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാകും എന്നാണ് തെരഞ്ഞെടുപ്പ് വിജയത്തോടനുബന്ധിച്ച് എല്ലാവരും വിചാരിച്ചത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ ഇന്ത്യൻ സമൂഹത്തെ കയ്യിലെടുക്കുന്ന രീതിയിൽ പല പ്രസ്താവനകളും ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയുമായി ഒരു വ്യാപാര യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നൊരു നിലപാട് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, അമേരിക്കയിൽ നടപ്പിലാക്കാൻ പോകുന്ന പല പരിഷ്കരണങ്ങളിൽ ഒന്നായ കുടിയേറ്റ പ്രശ്നം അത് ഇന്ത്യയും ബാധിക്കാൻ പോകുന്നു എന്നൊരു ആശങ്കയും ഇപ്പോൾ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അമേരിക്ക ബന്ധം ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും ഇനി കൂടുതൽ സംഘർഷത്തിലേക്ക് പോകുമോ എന്നൊരാശങ്ക കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലനിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. ഇന്ത്യയും അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളെപ്പോലെ മുന്നേറും. ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ഉന്നതിയിലെത്താൻ പോകുന്നു എന്ന സന്ദേശമാണ് ഇപ്പോൾ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യക്ക് ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് അമേരിക്ക. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന് റിപ്പബ്ലിക്കായി മാറിയ ആ ഒരു നിമിഷത്തെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു വലിയ ആഘോഷത്തിൽ അമേരിക്കയും പങ്കുചേരുന്നു. ഇന്ത്യക്ക് എല്ലാവിധ റിപ്പബ്ലിക് ദിന ആശംസകളും എന്നാണ് അമേരിക്ക ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ മാർക്കോ റൂബിയോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിച്ചിരുന്നു, ചർച്ച നടത്തിയിരുന്നു. ഡോക്ടർ എസ് ജയശങ്കറാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി പങ്കെടുത്തത്. അതിനുശേഷം ട്രംപ് സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി മാർക്കോ റൂബിയോ സംസാരിക്കുന്ന ഒരു വിദേശ പ്രതിനിധിയും ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. ആ ചർച്ചകൾ ഫലപ്രദമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇന്നത്തെ അമേരിക്കയുടെ പ്രസ്താവന. 21ാം നൂറ്റാണ്ടിനെ നിർവചിക്കുന്ന ഒരു നയതന്ത്ര ബന്ധമായിരിക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാവുക എന്ന് അമേരിക്കയുടെ വിദേശ വിഭാഗം അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് നൽകിയ റിപ്പബ്ലിക് ദിന ആശംസകളോടൊപ്പമാണ് ഈ ഒരു ഉറപ്പും അമേരിക്ക നൽകിയിരിക്കുന്നത്. അടുത്തുതന്നെ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും എന്ന സൂചനയുമുണ്ട്. അത് വാഷിംഗ്ടണിൽ ആകാനാണ് സാധ്യത. ഒരുപക്ഷെ ഏപ്രിലോടുകൂടി ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമുലയുമോ അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയ്ക്ക് തൽക്കാലം വകയില്ല എന്ന് തന്നെയാണ് ഈ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലൂടെ അമേരിക്ക വ്യക്തമാക്കുന്നത്. ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഉയർന്നു നിൽക്കുന്ന ആശങ്കയുണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങൾ, അത് കുടിയേറ്റവും മറ്റൊന്ന് വ്യാപാരവുമാണ്. ഈ രണ്ട് മേഖലകളിലും ഇരു രാജ്യങ്ങളുടെയും നേതാക്കന്മാർ തമ്മിൽ സംസാരിച്ച് ഒരു പരിഹാരമുണ്ടാക്കും എന്ന് തന്നെയാണ് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയെ ഒഴിവാക്കി അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല. ഇന്ത്യയെ ഒരു സഖ്യകക്ഷിയെ പോലെ അമേരിക്ക പരിഗണിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്നത്തെ റിപ്പബ്ലിക് ദിന ആശംസകൾ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.